ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നന്മയുടെയും ദിവസമാകാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ആഗ്രഹങ്ങളെ സമർപ്പിച്ച് ദൈവികമായ പദ്ധതിക്ക് വിധേയരായി നമുക്ക് ജീവിക്കാൻ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയധികം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ അത്രയധികം നിങ്ങൾ ശക്തി പ്രാപിക്കും. പ്രാർത്ഥനയിൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവസന്നിധിയിൽ പ്രവേശിക്കാൻ മറ്റൊരു മാർഗവുമില്ല, പ്രാർത്ഥന മാത്രമാണ്. അതിനാൽ ദൈവസന്നിധിയിൽ ഈ പ്രഭാതത്തിൽ നാം പ്രാർത്ഥനയിലൂടെ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ അറിയുന്ന, നിങ്ങളുടെ കുറവുകളെ, ബലഹീനതകളെ മനസ്സിലാക്കുന്ന, നിങ്ങൾക്കാവശ്യമായ കാര്യങ്ങളെ തിരിച്ചറിയുന്ന കർത്താവിൻ്റെ സന്നിധിയിലാണ് നിങ്ങളായിരിക്കുന്നത് എന്ന ഉറപ്പ് നമുക്കുണ്ടാകണം. നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത് കേൾക്കുന്നു എന്നും കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും എന്നും നാം ആദ്യമേ തന്നെ വിശ്വസിക്കണം. ഇന്നുവരെ നാം പ്രാർത്ഥിച്ച ഓരോ വാക്കും കർത്താവ് കേട്ടിട്ടുണ്ട്. ഓരോ യാചനയും ദൈവസന്നിധിയിലുണ്ട്. അത് സ്വീകരിക്കാൻ നമുക്കാദ്യം വേണ്ടത് വിശ്വാസമാണ്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും അവിടുന്ന് നമ്മോട് മനസ്സലിഞ്ഞ് നമ്മെ അനുഗ്രഹിക്കുകയും നമുക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്നു എന്ന് നാം വിശ്വസിക്കുക. അതിനായി നന്ദി പറയുക. ബാക്കി എല്ലാം ദൈവം നമുക്ക് കൂട്ടിച്ചേർക്കും. ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങളെ അതിജീവിക്കാൻ, ജോലിയുടെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ, വരുമാന മാർഗത്തിൻ്റെ തടസ്സങ്ങളെ മാറ്റാൻ, ജീവിതത്തിൽ ഒരു ക്രമമായ ജീവിതം, സന്തോഷകരമായ ഒരു സംതൃപ്തപരമായ ജീവിതം നയിക്കാൻ ആദ്യം നമുക്കാവശ്യം ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ദൈവത്തിൻ്റെ ജ്ഞാനം എല്ലാ മേഖലയിലും നമ്മെ ഉയർത്തിയിരിക്കും. അതിനാൽ ഇന്നത്തെ ദിവസം ശാശ്വതമായ സന്തോഷവും സമാധാനവും വിജയവും ലഭിക്കാൻ വേണ്ടി ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് നമ്മുടെ ആകുലതകളെ, ദുഃഖം, വേദന, രോഗം എല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നു. കർത്താവ് നിങ്ങളോട് കരുണ കാണിക്കുന്ന സമയമാണ് ഇത്. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രഭാഷകന്റെ പുസ്തകം 39-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞ് അറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുകയും ചെയ്യും. അവൻ വിശ്രുതരുടെ വാക്ക് വിലമതിക്കുകയും ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രഥിക്കുകയും ചെയ്യും. അവൻ ആപ്തവാക്യങ്ങളുടെ അന്തരാർത്ഥം തേടുകയും ഉപമകളുടെ നിഗൂഢതകളെ സ്വായത്തമാക്കുകയും ചെയ്യുന്നു. അവൻ മഹാന്മാരെ സേവിക്കുന്നു. ഭരണാധിപന്മാരുടെ മുൻപിലും അവന് പ്രവേശനമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും. മനുഷ്യരുടെ നന്മ തിന്മകൾ അവൻ വേർതിരിച്ച് അറിയുന്നു. സ്രഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവൻ അതിരാവിലെ താൽപ്പര്യപൂർവം എഴുന്നേൽക്കുന്നു. അവൻ അത്യുന്നതൻ്റെ മുൻപിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. അവൻ പാപമോചനത്തിനായി യാചിക്കുന്നു. സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ ചൈതന്യം അവനിൽ നിറയും. വിജ്ഞാന വചസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം അവൻ കർത്താവിന് നന്ദി പറയും. അവൻ്റെ ചിന്തയും അറിവും നേരായ മാർഗത്തിലേക്ക് തിരിയും.
അവിടുത്തെ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യും. അവൻ പ്രബോധനങ്ങളിലൂടെ അറിവ് പ്രകടമാക്കുകയും കർത്താവിൻ്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ അഭിമാനം കൊള്ളുകയും ചെയ്യും. അനേകർ അവൻ്റെ ജ്ഞാനത്തെ പുകഴ്ത്തും. അതൊരിക്കലും മാഞ്ഞു പോവുകയില്ല. അവൻ്റെ സ്മരണ അപ്രത്യക്ഷമാവുകയില്ല. അവൻ്റെ നാമം തലമുറകളിലൂടെ ജീവിക്കും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഈ പുതിയ ദിവസം നൽകി പുതിയ പ്രഭാതം ഞങ്ങളെ കാണിച്ച് ഞങ്ങളെ ഉറക്കമുണർത്തിയ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് പ്രാർത്ഥനയിലൂടെ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നു. നിന്റെ കാരുണ്യവും കൃപയും നിന്റെ സന്നിധിയിൽ നിന്ന് വരുന്ന സകല അനുഗ്രഹങ്ങളും പ്രാപിക്കാനായി ഇന്നത്തെ ദിവസം ഫലപ്രദമായി ജീവിക്കാൻ, ഇന്നത്തെ ദിവസം സംതൃപ്തിയോടെ ജീവിക്കാൻ, ജീവിതം ഫലദായകമാക്കാൻ ദൈവമേ, നിന്നിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിയും ജ്ഞാനവും നേടാനായി ഞങ്ങൾ ആഗ്രഹത്തോടെ നിന്റെ സന്നിധിയിൽ വരുന്നു. ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനമുണ്ടാകുന്നതിനും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുന്നതിനും, ഇന്ന് ഞങ്ങൾ ലക്ഷ്യം കണ്ട കാര്യങ്ങളെ അത് നേടിയെടുക്കുന്നതിനും, ഇന്നോളം ഞങ്ങൾ പ്രാർത്ഥിച്ച കാര്യങ്ങളുടെ നടത്തിപ്പിനും സാക്ഷാത്കാരത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തള്ളിക്കളയരുതേ. നിന്റെ സന്നിധിയിൽ ഇന്ന് ഞങ്ങൾക്കാവശ്യമായ അനുഗ്രഹങ്ങളും സകല നന്മകളും ഉണ്ട്. ഞങ്ങൾക്കാവശ്യമായ സമ്പത്ത്, ഞങ്ങൾക്കാവശ്യമായ സമാധാനം, ആരോഗ്യം, സന്തോഷം, ഇവയെല്ലാം കർത്താവെ നിന്റെ സന്നിധിയിലുണ്ട്. അതിനാൽ നിന്നെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിലൂടെ ഞങ്ങൾക്ക് കൂടുതൽ വിശ്വാസം വർദ്ധിക്കുകയും കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ഞങ്ങളുടെ മനസ്സിന് വിശാലമാക്കുകയും ഹൃദയത്തെ രൂപീകരിക്കുകയും ചെയ്യാൻ ദൈവമേ, നിന്റെ ജ്ഞാനത്താൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ അറിവില്ലായ്മയെ നീ ക്ഷമിക്കണമേ. ഇന്ന് എല്ലാ കാര്യങ്ങളിലും അറിവോടുകൂടെ, ജ്ഞാനത്തോടെ, വിവേകത്തോടെ പ്രവർത്തിക്കുന്നതിനും ചിന്തിക്കുന്നതിനും സംസാരിക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് സാധിക്കണം. എല്ലാ അബദ്ധങ്ങളിൽ നിന്നും, ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ ക്രയവിക്രയങ്ങളിലും നഷ്ടങ്ങൾ കൂടാതെ എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് ലാഭമുണ്ടാകാൻ കർത്താവേ, ഇന്ന് സുരക്ഷിതത്വം നൽകി വിജ്ഞാനവും വിവേകവും നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളിൽ ഉന്നത വിജയം നൽകി ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ഞങ്ങളെ കാണുന്നവരെല്ലാം നിന്നെ മഹത്വപ്പെടുത്താൻ അത്രമാത്രം നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ ചെയ്യേണ്ട ജോലികളെ ഇനി മാറ്റിവെക്കാതെ ഇന്ന് തന്നെ ചെയ്ത് തീർക്കാൻ എത്ര തടസ്സങ്ങൾ നേരിട്ടാലും അതെല്ലാം ആത്മസംയമനത്തോടെ വിവേകത്തോടെ നേരിടാൻ ദൈവമേ, ബുദ്ധിയും അറിവും ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ, ആഗ്രഹങ്ങളെ, നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ലക്ഷ്യത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ലക്ഷ്യമില്ലാതെ ഞങ്ങൾക്ക് തന്നെ ജീവിതത്തിന് എന്തിന് ഞങ്ങൾ ജീവിക്കുന്നു എന്നൊരു തീരുമാനമില്ലാതെയാണ് ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത്. എന്നാൽ കർത്താവേ, നീ ഞങ്ങളെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട്. ആ പദ്ധതി മനസ്സിലാക്കി ആ പദ്ധതിയും പ്രകാരം അത് നേടിയെടുക്കാൻ, ഞങ്ങൾ ജീവിക്കാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. ലക്ഷ്യം കാണാൻ, ലക്ഷ്യം ഉണ്ടാക്കാൻ, ലക്ഷ്യം നേടിയെടുക്കാനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതം ശൂന്യമാക്കി കളയാതെ, ജീവിതം പാഴാക്കി കളയാതെ, ഇന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഫലം ഞങ്ങളിൽ നിന്ന് ഉണ്ടാകാൻ ഞങ്ങളുടെ അന്തരാത്മാവിനെ നീ ശക്തിപ്പെടുത്തി ആന്തരിക ബലം നൽകി, ആന്തരിക സൗഖ്യം നൽകി, ആന്തരിക ജ്ഞാനം നൽകി, ആന്തരിക ശക്തി നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ഞങ്ങളിലുള്ള കഴിവുകളെ അത് പുറത്തെടുക്കാൻ, അത് നിന്റെ നാമത്തിന് മഹത്വം നൽകാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകുന്നില്ലെങ്കിൽ അത് പ്രയോജനമില്ല.
എന്നാൽ നിലത്തു വീണത് അഴുകിയാലോ അത് 100 മേനി ഫലം പ്രാപിക്കും. അതിനാൽ ഞങ്ങളെ തന്നെ ചെറുതാക്കി നീ ഞങ്ങളിലേക്ക് ആവസിക്കപ്പെട്ട് നിന്റെ ശക്തി ഞങ്ങളുടെ അന്തരാത്മാവിനെ നിറച്ച് ഞങ്ങളെ തന്നെ പുതുജീവിതം നൽകി, പുതിയ വിജ്ഞാനം നൽകി, ഒരു പുതിയ പ്രചോദനം നൽകി, ജീവിക്കാൻ ഒരു വലിയ ആഗ്രഹം നൽകി, ലക്ഷ്യം കാണാൻ ഒരു വലിയ ആഗ്രഹം നൽകി, ഒരു നല്ല ലക്ഷ്യമുണ്ടാകുന്നതിന് ഞങ്ങൾക്ക് ഇന്ന് കൃപ തരണമേ. നല്ലൊരു ലക്ഷ്യം ഞങ്ങൾക്കുണ്ടാക്കണമേ കർത്താവേ. ഇന്ന് ഞങ്ങൾക്കൊരു നല്ല ലക്ഷ്യം വേണം. ആ ലക്ഷ്യം നേടിയെടുക്കാനൊരു കൃപയും വിജ്ഞാനവും ഇന്ന് നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയവും, ഞങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളിൽ നിന്റെ അറിവ് പകർന്നു തന്ന് നീ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഞങ്ങളുടെ ജോലികളെ നീ സമർത്ഥമായി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ മേഖലയിലും ഞങ്ങളുടെ യാത്രകളിലും സംരക്ഷണം നൽകി ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും സംതൃപ്തമായ ഒരു ജീവിതത്തിൻ്റെയും ദിവസമാകട്ടെ. എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ തുടക്കം കുറിക്കാൻ, ദൈവത്തോട് കൂടി നിന്ന് പുതിയ ഒരു തുടക്കം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇന്ന് വരെയുള്ള ജീവിതത്തിൽ നിന്നും ഇന്ന് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒരു പുതിയ ലക്ഷ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ അർത്ഥത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതം അർത്ഥവത്താക്കാൻ ഇന്ന് നിന്റെ ജ്ഞാനം ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകമായി രോഗികൾക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഇന്ന് ഈ മക്കളോട് കൂടെ ഉണ്ടായിരിക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് രാത്രിയിൽ നിനക്ക് നന്ദി പറയാൻ അത്രമാത്രം ഇന്ന് നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ എല്ലാ ഉദ്യമങ്ങളിലും നിന്നെ അനുഗ്രഹിക്കട്ടെ. ഒരു പുതിയ ജീവിത തുടക്കത്തിനു വേണ്ടി കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഒരു പുതിയ ലക്ഷ്യം കാണുന്നതിനും ആ ലക്ഷ്യം നേടാനും കർത്താവ് ഇന്ന് നിന്നെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ. ഇന്ന് നിന്റെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവിൻ്റെ സഹായം നിനക്കുണ്ടാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.